ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല കനത്ത ഇടിവായിരുന്നു മാർക്കറ്റിൽ. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. മാർക്കറ്റ് എന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു ആടിപ്പൊളി ഒരു മൂവ്മെന്റ് മുകളിലോട്ട് നിഫ്റ്റി നിങ്ങൾ നോക്കിയായിരുന്നു. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം നിഫ്റ്റി ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ചെയ്തു. നമ്മളെ ബെയറിഷ് റെഫറൻസ് പൊട്ടിയാണ് താഴേക്ക് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എന്ന് ഇമ്മീഡിയറ്റ് അവിടെ നിന്ന് കയറി തിരിച്ച് 23,560 ഭാഗത്തെത്തിയപ്പോൾ ഷാർപ്പ് സെൽ ഓഫ് വന്നു. കിഡിലൻ സെൽ ഓഫ് ഒന്ന് താഴേക്ക് വന്ന് നമ്മുടെ S3 അവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കിഡിലൻ പ്രോഫിറ്റ് കിട്ടിയ ദിവസമായിരുന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റിയും കൃത്യമായിട്ട് പറഞ്ഞ് ബെയറിഷ് റെഫറൻസിന് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നമ്മുടെ റേഞ്ച് ബാലൻസിന്റെ POC പൊട്ടി അവിടെ നിന്ന് മുകളിലോട്ട് കയറി തിരിച്ച് പിന്നെ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും എത്തി കിടിലമായിട്ട് ഒരു അവസാനിച്ച ദിവസമായിരുന്നു ഉണ്ടായിരുന്നു. കിടിലൻ ട്രേഡിന്റെ ആയിരുന്നു, നല്ല ഉഗ്രൻ ലെവലായിരുന്നു. പക്ഷേ ലാസ്റ്റ് മോർണിംഗിൽ എല്ലാവരും പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ മോർണിംഗിൽ സെൽ ഓഫ് വരുന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ആ സെൽ ഓഫ് വന്നില്ല. പകരം അടിച്ച് താഴേക്ക് ഇറങ്ങി സെക്കൻഡ് ഒരു C പീരീഡ് ആയപ്പോഴാണ് മാർക്കറ്റിൽ 10 മണി കഴിഞ്ഞപ്പോൾ 10:15 ആ C പീരീഡിലാണ് മാർക്കറ്റ് അടിച്ച് താഴേക്ക് ഇറങ്ങി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരു കിടിലൊരു സെല്ലിംഗ് ഡൗൺ ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി എന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. വ്യക്തമായി നമ്മുടെ ആ ഒരു ബാലൻസിന്റെ ഭാഗത്ത് നിന്ന് പൊട്ടി ഒരു കിഡിലൊരു ഡൗൺ ഡേ, ഒരു ട്രെൻഡ് ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഫെയിൽ ആയിട്ട് അടിച്ചിറങ്ങി. നിങ്ങൾ നോക്കിയാൽ ഇത്രയും താഴേക്ക് വന്നാണ്. അതെനിക്ക് അത്രയും സ്ട്രെച്ചിലോട്ട് താഴേക്ക് വരുത്തിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി സെയിം അതേ ഒരു പ്രൊസീജിയറായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് അത്രയ്ക്ക് ഇറങ്ങിയില്ല, നിഫ്റ്റി പോലെ ഇറങ്ങിയില്ല എങ്കിൽ കൂടെ ബാങ്ക് നിഫ്റ്റി നമ്മുടെ എന്താണ് ആ ഒരു ബാലൻസിന്റെ ഏറ്റവും ലോവർ ലെവലായ 50,781 ഭാഗത്ത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയയായ 23,131 ഭാഗത്ത് നിഫ്റ്റിയും സപ്പോർട്ട് എടുത്താണ് നിൽക്കുന്നത്. കൃത്യമായി നമ്മുടെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രൊഫൈലിന്റെ ഭാഗത്ത് നിഫ്റ്റി സപ്പോർട്ട് എടുത്തു. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചത്തെ ലോയുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് എടുത്താൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കിഡിലൻ ബെയറിഷ് റെഫറൻസ് പൊട്ടി വൺ വേ ഒരു ട്രേഡിംഗ് നടന്ന ഒരു ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് വന്നത്. സൂപ്പർബ് ഡേ ആയിരുന്നു. ട്രേഡിംഗ് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നിങ്ങളെ ലെവൽ വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് അവസാനിച്ചത്. അപ്പം നമുക്ക് നോക്കേണ്ടത് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് അമേരിക്കൻ മാർക്കറ്റിൽ വലിയ ന്യൂസ് ഒന്നും കാണുന്നില്ല. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇന്നലത്തെ 1-2 ഡേറ്റയൊക്കെ ചെറിയ നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി മാർക്കറ്റിൽ അത് പ്രതീക്ഷയില്ല. ഇന്ന് HDFC ബാങ്ക് വളരെയധികം സെല്ലിംഗ് നടന്നു. ആ HDFC ബാങ്ക് ആണ് സെല്ലിംഗ് കൂടുതൽ ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ വല്ലാത്ത വലിയ സെല്ലിംഗ് ഒന്നും നടത്തിയിട്ടില്ല. ഇന്ന് കൃത്യമായി നിങ്ങൾ നോക്കുമ്പോൾ ഇന്ന് വൈകിട്ട് അമേരിക്കൻ മാർക്കറ്റിന്റെ 1-2 ഡേറ്റ ചെറുതായിട്ടുണ്ട്. ഏതാണ് നമ്മുടെ S&P ഗ്ലോബൽ മാനുഫാക്ചറിങ് PMI ഉണ്ട്. ആ ഡേറ്റ ഇന്നുണ്ടായിരുന്നു. ഇന്ന് കാലത്ത് നമ്മുടെ സെയിം S&P മാനുഫാക്ചറിങ് ഡേറ്റ ഇല്ല, നമുക്കില്ലായിരുന്നു. പകരം അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് S&Pയുടെ മാനുഫാക്ചറിങ് ഉണ്ട്, ISM മാനുഫാക്ചറിങ് ഉണ്ട്. ഇതെല്ലാം ഡേറ്റ ഇന്ന് 7 മണിയൊക്കെ ആകുമ്പോൾ 7 അല്ലെങ്കിൽ 7:30 മണിക്ക് ഈ ഡേറ്റ ഇന്ന് നമ്മളെ മാർക്കറ്റിൽ വരും. ഇതനുസരിച്ചായിരിക്കും നാളത്തെ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റും പോകും. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അമേരിക്കൻ മാർക്കറ്റ് കയറിയിട്ട് താഴേക്കൊന്ന് ഇറങ്ങി. നാസ്ഡാക്കും ഒരു ചെറിയൊരു മൈനസ് നിൽക്കുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസിങ്ങിൻ്റെ അവിടെ നോക്കുമ്പോൾ ഏകദേശം ഒരു 50 പോയിന്റുള്ള മൈനസിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മാർക്കറ്റ് ട്രംപിൻ്റെ വീണ്ടും താരിഫ് യുദ്ധമാണ് ഈ മാർക്കറ്റ് അടിച്ചിറക്കാൻ കാരണം. ട്രംപ് വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്രൂഷ്യൽ ജംഗ്ഷനിലുള്ള മാർക്കറ്റ് നിൽക്കുകയാണ്. നമ്മൾ ഏത് ഭാഗത്തെത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ലെവലിൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റി എത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അത് അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് കഴിഞ്ഞ ആഴ്ചത്തെ ലോവർ ലെവലാണ്. അപ്പം ഈ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി പോകുന്ന പ്രതീക്ഷ ഉള്ളത് ഈ പറഞ്ഞൊരു POCയുടെ ഭാഗത്തേക്ക് ഒരു എമർജൻസി താഴേക്ക് വരും. അപ്പം നമുക്ക് ഏതൊക്കെ ലെവലെന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഇന്നത്തെ POC വന്നിരിക്കുന്നത് നിഫ്റ്റിക്ക് 23,352 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,180 ഭാഗത്ത്. അപ്പോൾ 23,350 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പം POC കുറച്ച് മുകളിലാണ്, മെർജ് ചെയ്യാൻ സമയം കൊടുത്തിട്ടില്ല. അപ്പോൾ POC നിൽക്കുന്നത് 23,350 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. അപ്പോൾ ഞാനത് POC എന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്താണ്. നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയും ഇന്നത്തെ ലോ അല്ലെങ്കിൽ 23,130 എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയിലെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാത്രമേ ഞാൻ ഇനി നിഫ്റ്റി സ്പോട്ടിൽ മാർക്കറ്റിൽ സെല്ലിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,130
130 എൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് വരുന്നത്. അത് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 23,130 അതൊന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ബുള്ളിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ 23,410 കഴിഞ്ഞ ആഴ്ചത്തെ ലോ 23,410 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിലാണെങ്കിൽ നമ്മൾ വീണ്ടും പഴയ പാതയിലേക്ക് കടന്നു പോയത്. ഏതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ആ റെഫറൻസ് ഭാഗത്തേക്കും കൃത്യമായി നിഫ്റ്റി കടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 23,410 ബുള്ളിഷ് റെഫറൻസ്, 23,130 എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ട് പറഞ്ഞാൽ ബെയറിഷ് റെഫറൻസ് വരുന്നത്. അപ്പോൾ ഞാനത് വ്യക്തമായിട്ട് അത് രണ്ടും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് 130 പൊട്ടിയാൽ നമ്മൾ എവിടെ വരും? 130 പൊട്ടിയാണെങ്കിൽ ഈ POC 23,094 23,094 ഭാഗത്തേക്ക് പോവാം. ഇമീഡിയറ്റ് സപ്പോർട്ട് അവിടെയാണ്. 23,094 ഭാഗത്തേക്ക് ഇമീഡിയറ്റ് വരുന്നത് ആ ഭാഗത്താണ് വരുന്നത്. നമ്മുടെ S1 എന്ന് പറയുന്നത് ആ ഒരു ഭാഗമാണ്. അപ്പം ഞാൻ ആദ്യം നമ്മളെ സപ്പോർട്ട് വയ്ക്കാം, കാരണം മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ആദ്യം വയ്ക്കാം 23,094. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 23,038 അല്ലെങ്കിൽ 23,000 ഈ ഒരു ഏരിയ 23,028 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് അവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. 23,028 S2 എന്ന് പറഞ്ഞാൽ 23,028 ഭാഗത്തേക്കും അതിന് താഴെ അടുത്ത് നിൽക്കുന്ന നമ്മൾ S3 എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ലോവർ ലെവലായ 22,970 ഭാഗത്തേക്കും വരാം. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ 22,970 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് S3 എന്ന് പറയുമ്പോൾ അതാണ് കൃത്യമായി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അടുപ്പിച്ചടുപ്പിച്ച് മാർക്കറ്റ് ഒരു സപ്പോർട്ടും ഉള്ള ഏരിയയാണ്. അപ്പം 23,130 പൊട്ടയാണെങ്കിൽ 23,094 23,028 22,970 ഭാഗത്തേക്കും പോവാം. ഇൻ കേസ് ഇനി മുകളിലോട്ട് മാർക്കറ്റ് കയറി റിവേഴ്സ് വരികയാണെങ്കിൽ 410 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് അവൻ പോകാൻ പോകുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 521 ഭാഗത്തേക്ക് പോയി. 23,520 R1 എന്ന് പറയുമ്പോൾ 23,521 ഭാഗത്തേക്ക് അവിടെയാണ് ഇനി ഈ ഭാഗത്ത് 23,521 അതിന് മുകളിൽ അതാണ് നമ്മൾ R1. അത് R1 കൃത്യമായി മാർക്ക് ചെയ്തേക്കാൻ കളർ കൊടുത്തേക്കാൻ കറുപ്പാണ്. അതിന് മുകളിൽ അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കൃത്യമായി പറയുകയാണെങ്കിൽ 23,565 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഹൈ 23,565 എന്ന് പറഞ്ഞാൽ ആ ഹൈയും വരാനുള്ള ചാൻസ് R2 കൂടുതലാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ ഇതായിരിക്കും R1ഉം R2 വരുന്നത്. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക, ഞാൻ R1നെ ഒന്ന് ഞാൻ താഴേക്ക് കൊണ്ടുവരികയാണ്. 23,500 ഭാഗത്തേക്കായിരിക്കും R വരുന്നത്. 20,500 ആയിരിക്കും നമ്മൾ R1 വരുന്നത് കേട്ടോ. 23,500 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,565 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് 130 പൊട്ടുകയാണെങ്കിൽ 22,970 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏത് ദിവസത്തെയാണ് നമ്മൾ പോകുന്നത്? കഴിഞ്ഞ 20 മാർച്ചിൻ്റെ ആ ഒരു പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് വ്യക്തമായ രീതിയിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്കിനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഇന്ന് കുറച്ച് നിഫ്റ്റി എത്ര അടിച്ച പോലെ ബാങ്ക് നിഫ്റ്റി അടിച്ചത് പറയാം. പക്ഷേ കാരണം HDFC ബാങ്കാണ് ബാങ്ക് നിഫ്റ്റിക്ക് ആ ഒരു വീക്ക്നെസ് കൊണ്ടുവന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്ന 51,173 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. 51,173 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. POC കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. 51,173 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC വരുന്നത്. ആ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കഴിഞ്ഞ കുറേ പ്രാവശ്യം വന്ന് ഈ ഭാഗത്ത് ഒന്ന് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയതായിരുന്നു. അപ്പോൾ ആ 51,173 ബാങ്ക് നിഫ്റ്റിയുടെ POC വരുന്നത്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറഞ്ഞാൽ 50,735 താഴെ ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് ആണ്. 50,000 ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പം 50,735 5735 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് വരുന്നത്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എന്താണ് നമുക്കിനി നോക്കേണ്ടത്? ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസ് എന്താണ്? ബുള്ളിഷ് റെഫറൻസ് വരുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് വരുന്നത് ഒരു കാര്യം ഓർത്തുള്ള ഈ POC 51,424 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളിനി ബൈയെ കുറിച്ച് ചിന്തിക്കുക. 51,524 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് വരുന്നത്. അത് വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ബാങ്ക് നിഫ്റ്റിക്ക് ബുള്ളിഷും ബെയറിഷും അടുത്തടുത്തിൻ്റെ നിൽപ്പുണ്ട്. കാരണം റേഞ്ച് ഇതുവരെ നമ്മൾ ആ റേഞ്ച് ഇതുവരെ പൊട്ടി വന്നിട്ടില്ല. സോ 51,524 മുകളിൽ 51,422 മാറിപ്പോയി. 51,424 ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. ഓക്കെ, ഇനി അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ
51,561. നമുക്ക് ഇന്നലത്തെ കഴിഞ്ഞ വീക്കിലി ക്ലോസ് ആയ 51,561 എന്നെ സംബന്ധിച്ചുള്ള R1. മുകളിലോട്ട് അടുപ്പിച്ച് മാർക്കറ്റ് ലെവൽ വരുന്നതുകൊണ്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതിന് മുകളിൽ മാർക്കറ്റേക്ക് ഇന്നത്തെ ഹൈ ആയ 51,700 ഭാഗത്തേക്ക് 51,700 ഭാഗം 51,000 R2 എന്ന് പറയുമ്പോൾ 51,700 ഭാഗത്തേക്കും അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ വ്യക്തമായി ഓർത്തോളുക 51,900 അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള ഒരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുകളിലത് മാത്രമേ വരുത്തുന്നുള്ളൂ. 51,424 പൊട്ടുകയാണെങ്കിൽ 51,561 51,700 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി 50,725 പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഏത് പ്രൊഫൈലിലേക്ക് ബാങ്ക് നിഫ്റ്റി എൻ്റർ ആവും? കഴിഞ്ഞ 21-ാം തീയതി, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എൻ്റർ ആവും. സോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 50,500 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50,500 ഭാഗത്തേക്ക് പോകും. 50,500 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് സപ്പോർട്ട് S1 എന്ന് പറയുന്നത് 50,500 ഭാഗത്തേക്ക് വരും. അത് വ്യക്തമായി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതിന് താഴെ അടുത്ത വരുന്നത് നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ POC ആയ 50,275 5275 ഭാഗത്തേക്ക് വരാം. 50,000 S2 എന്ന് പറയുമ്പോൾ 50,275 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. അപ്പോൾ ഞാൻ S1 S2 അപ്പുറത്തേക്ക് ബാങ്ക് നിഫ്റ്റി ഞാൻ വരയ്ക്കുന്നില്ല. സോ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മളെ മാർക്കറ്റ് തിരിച്ച് വീണ്ടും സെൽ ഓഫ് വന്നു. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ ആയിട്ടുള്ള ആ പ്രൈസ് മൂവ്മെന്റിന്റെ എവിടെ നിന്ന് കഴിഞ്ഞ മണ്ടേയുടെ ലോയുടെ ഭാഗത്തേക്ക് തിരിച്ച് മാർക്കറ്റ് എത്തി അവിടെ തന്നെ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ആണെങ്കിൽ കഴിഞ്ഞ മണ്ടേയുടെ ലോ പൊട്ടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവൻ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് വന്ന് 9:15 വന്ന് ആ പ്രൊഫൈലിന്റെ അവിടെയാണ് ക്രോസ് ചെയ്യുക. ഡേഞ്ചറായ ഒരു ക്രോസിംഗ് ആണ്. ഇന്ന് ഈ പറഞ്ഞ റെഫറൻസ് 23,130 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഹെവി സെൽ ഓഫിനുള്ള ചാൻസ് ഇനിയും കാണും. അത് വേണമെങ്കിൽ 22,970 ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ നിങ്ങൾ. 22,916 ഭാഗത്ത് സ്പോട്ടിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പും വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ലെവൽ മാർക്കറ്റ് ആ രീതിക്ക് കൃത്യമായി പോകുന്നു. അപ്പോൾ നിങ്ങൾ വ്യക്തമായി ലെവൽ മാർക്ക് ചെയ്യുക. എങ്ങനെ ലെവൽ ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഈ തരുന്ന ലെവൽസിനെ വച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാമെന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു വിശകലനം ആ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് വ്യക്തമായിട്ട് ആ വീഡിയോ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും ചാനൽ ഷെയർ ചെയ്യുക. പിന്നെ വേറൊരു അറിയിപ്പും കൂടെ ഉണ്ട്. നമ്മളൊരു ഡെസ്റ്റിനേഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് പേരെ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ട്രിവാൻഡ്രത്ത് വെച്ചാണ് ആദ്യം പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് 2 ദിവസത്തെ സെഷൻ ആയിരിക്കും. ഒരു ഫ്രൈഡേയും ഒരു സാറ്റർഡേയും ചേർന്നുള്ള ഒരു സെഷനായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഈ ഒരു ട്രേഡ് ഈ ദിവസം നമ്മൾ ഒരുമിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. എന്നിട്ട് പിറ്റേ ദിവസം സാറ്റർഡേ നമുക്ക് ഈ ട്രേഡിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെന്ന് കുറച്ച് ചെറിയൊരു ഗ്ലിംസ് ഞാൻ നിങ്ങൾക്ക് തരും. മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ എങ്ങനെ യൂസ് ചെയ്യണ രീതിയിൽ ഒരു ഗ്ലിംസ് തരും. അതും കൂടെ രീതിയിൽ പെടുന്ന ഒരു സെഷനാണ്. 2 ഡേ സെഷനാണ് ഞാൻ ട്രിവാൻഡ്രത്ത് പ്ലാൻ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കണം, അതായത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായി ഈ തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.